വിനോദ്, സഹോദരന്റെ പേരിൽ ഫണ്ട് പിരിക്കണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന്? അല്ല, അതിൽ അനിയൻ്റെ വ്യക്തിത്വം എനിക്കറിയാം. അപ്പോൾ അത് അവനെ അങ്ങനെ ഒരു ഫണ്ട് അവൻ്റെ പേരിൽ കളക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ആർക്കും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. പക്ഷേ അത് പിന്നീട് നേതാക്കന്മാരുടെ ഒരു നിർബന്ധപൂർവമായ നിലപാടുകൾക്കനുസരിച്ച് നമ്മളത് അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വീട്ടുകാർ അന്നും താല്പര്യമില്ലായിരുന്നു, ഇന്നും താല്പര്യമില്ല. ഒരിക്കലും വിഷ്ണു എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കരാട്ടയിൽ നാഷണൽ ചാമ്പ്യനായിരുന്നു 2 പ്രാവശ്യം, പിന്നെ സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു 4 പ്രാവശ്യം. അപ്പം ഒരാൾ ഒഴിവാകുക എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയ വീട്ടുകാർക്ക്, അവൻ്റെ സ്വന്തക്കാർക്കും അതല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾക്കും മാത്രമാണ്. ആര് കൊലപാതകം ചെയ്ത് അരുംകൊലകൾ ചെയ്താലും കൊലപാതകത്തിലൂടെ അല്ല രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതെല്ലാം സംഭവിച്ചു പോകുന്നതാണ്. പക്ഷേ അതൊരിക്കലും പുലർത്തേണ്ടതല്ല. പ്രത്യേകിച്ച് ഈ തത്വങ്ങൾ പറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും, അത് ഏത് വിഭാഗം രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമില്ല. പക്ഷേ അതങ്ങനെ സംഭവിച്ചു. അതിനുശേഷം പാർട്ടി എടുത്ത നിലപാടുകൾ ഞങ്ങൾ കുറേയേറെ ഫോഴ്സ്ഫുള്ളി ആ ഫണ്ട് പിരിവിന് വേണ്ടിയിട്ട് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു. കാരണം അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ ഞാൻ 50 വർഷം കൊണ്ട് 7 വയസ്സ് മുതൽ ഭാരതസംഘമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ വളരെയേറെ തത്വാധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന പാർട്ടികളിൽ ഒരു പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളത് ആ അച്ചടക്കം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ 5 രൂപ അമ്മയുടെ പേരിൽ കൊടുക്കുകയും 5 രൂപ പാർട്ടി ഫണ്ടിലേക്ക് ഹോൾഡ് ചെയ്യുകയും അത് കഴിഞ്ഞ് പിന്നെ ഇമ്മീഡിയറ്റ്ലി ആ പൈസ അന്നത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രൻ അത് എടുത്ത് സ്വന്തം കാര്യത്തിന് ചിലവാക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി വിശദീകരണം വന്നത് മറു കേസിന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ അല്ല ആ സംഭവങ്ങൾ. അത് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർക്കും മറ്റു മീഡിയ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഫണ്ട് അയാൾ തിരിമറി നടത്തിയതിൻ്റെ പേരിലും നടപടിയെടുത്ത് പുറത്താക്കി, അതിൻ്റെ തരം താഴ്ത്തുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്നത്, അത്തരത്തിൽ ചെയ്ത ഒരാളിനെ ഒരു കാരണവശാലും എൻ്റെ മുൻ പാർട്ടി എന്നുള്ളതല്ല, ഏതൊരു പാർട്ടിയാണെങ്കിലും രക്തസാക്ഷി ഫണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരാൾ നഷ്ടപ്പെട്ടു പോയ ഒരാളിൻ്റെ പേരിലുള്ള ഫണ്ടെന്ന് വെച്ചാൽ ആ ഫണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി രക്തസാക്ഷിയാണ് എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും ആദ്യത്തെ പരിഗണന. മുന്നിൽ നിൽക്കുന്ന എല്ലാ നേതാക്കന്മാരെക്കാൾ മുന്നിൽ നിന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ട് എടുത്ത് വകമാറ്റിയ ഒരാളെ പൂർണ്ണമായിട്ടും പുറത്താക്കണമെന്നായിരുന്നു ഞങ്ങളുടെ നിലപാട്. അതിൽ നിന്ന് മാറി പാർട്ടി മെമ്പർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയും അതിനുശേഷം ഇപ്പോൾ നമ്മുടെ തലസ്ഥാന ജില്ലയിലെ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ലോക്കൽ കമ്മിറ്റി എടുക്കാൻ നോക്കി, ഏരിയ കമ്മിറ്റിയിൽ എടുക്കാൻ നോക്കി. അപ്പോഴെല്ലാം ശക്തമായ അവിടുത്തെ പ്രവർത്തകർ പറഞ്ഞതുകൊണ്ട് മാത്രം വരാതിരിക്കുകയും നേരിട്ട് CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് അത് നേരത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു അത് ആ ഘടകത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണെന്ന്. ആ ഘടകത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു, പക്ഷേ ജില്ലാ നേതൃത്വത്തിൽ വന്നിട്ടില്ലായിരുന്നു. ജില്ലാ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ മിനിസ്റ്റർ നേരിട്ട് ഇടപെട്ട് എടുക്കുക ചെയ്തത്. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വേദന ഉണ്ടാവും. കൂട്ടത്തിൽ ഒരു കുടുംബത്തിൽ നിന്നൊരാൾ പോകുമ്പോൾ ആ ആളിൻ്റെ നഷ്ടം മറ്റുള്ളവർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾക്കും അതുപോലെ സ്വന്തം ജീവൻ കൊടുത്ത് നിൽക്കുന്ന സ്വന്തക്കാർക്കും ആ കുടുംബത്തിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ആ വിഷമം എന്താണെന്ന്. ഒരിക്കലും ആ വിഷമം മാറത്തില്ല. മരിക്കുന്നവരെ അയാൾ കൂടെ ഒപ്പമുണ്ട്, കുറച്ച് ദൂരെ എവിടെ ഉണ്ട് എന്നുള്ള ധാരണയിലാണ് ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഞാനടക്കമുള്ള കുടുംബക്കാരും അവൻ്റെ സുഹൃത്തുക്കളും എല്ലാം മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ്. അത്ര സജീവമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു അവൻ. അതെനിക്ക് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ഇവിടെ ഉള്ളത്. ആ 3ൻ്റെയും നേതാക്കന്മാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് അതാണ്. അവരാരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അല്ല വിനോദ്, നോക്കൂ, ഈ യഥാർത്ഥ പാർട്ടിക്കാർ ഫണ്ട് ദുരുപയോഗത്തെ ചോദ്യം ചെയ്തു അല്ലേ? പാർട്ടിക്ക് അകത്ത് വലിയ പിന്തുണ കിട്ടുകയും ചെയ്തു. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് ഈ ഫണ്ട് തിരിമറി നടത്തിയ ആൾക്ക് വേണ്ടി നിലകൊള്ളുകയായിരുന്നു. അപ്പോൾ നോക്കൂ, പാർട്ടി കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഈ ഫണ്ട് കക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫണ്ട് മോഷ്ടിക്കുന്നവർക്ക്, ഫണ്ട് വകമാറ്റുന്നവർക്ക്, ഫണ്ടിൽ തിരിമറി നടത്തുന്നവർക്ക് ഒപ്പമാണ് പാർട്ടി എന്ന് വിളിച്ചു പറയുകയില്ല. അങ്ങനെ ഒരു തെറ്റായ സന്ദേശമല്ലേ നൽകുന്നത്? ഇതൊക്കെ പാർട്ടി പ്രവർത്തകർക്ക്, യഥാർത്ഥ പാർട്ടി പ്രവർത്തകർക്ക്, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർക്ക് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുന്നുണ്ട്?
അല്ല, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് മറ്റ് ഏതൊരു ഫണ്ടാണെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം നടക്കുന്നതെല്ലാം കറക്റ്റഡാണ് എല്ലാ രീതിയിലും. അപ്പം മറ്റേതൊരു ഫണ്ടാണെങ്കിലും നമുക്കതിനകത്ത് അത്രത്തോളം വിഷം വരത്തില്ല. സാധാരണക്കാരായ എല്ലാ പ്രവർത്തകർക്കും ഇത് ഏറ്റവും മാരകമായ രീതിയിൽ വിഷമം ഉണ്ടാകുന്ന കാര്യം ഒരാൾ നഷ്ടപ്പെട്ട അയാളുടെ പേരിൽ കളക്ട് ചെയ്തൊരു ഫണ്ടാണ്. ആ ഫണ്ട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കളക്ഷൻ നമുക്ക് താല്പര്യമില്ല. പക്ഷേ ഫോഴ്സ്ഫുള്ളി പറഞ്ഞതുകൊണ്ട് മാത്രം, നേതാക്കന്മാരെല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളത് അംഗീകരിച്ചത്. ആ ഫണ്ടിൽ നിന്നും ഒരു കാശ്, ഒരു നയാ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ അല്ലെങ്കിൽ അറിയാവുന്ന ആ സഖാവിനെ, അതല്ലെങ്കിൽ ആ വ്യക്തിയെ, അതല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രവൃത്തി, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അത് തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പിന്നെ ആ സംഘടനയിൽ, ഏത് സംഘടനയിലും ആ സംഘടനയിൽ ഉണ്ടാവില്ല. പക്ഷേ അയാളെ സംരക്ഷിക്കാൻ തക്കണം. അതിലെന്ത് ചേതോ വികാരമാണ് ഈ എല്ലാ നേതൃത്വമല്ല ഇതിനകത്ത് ഈ സഹായിച്ച ഈ വ്യക്തിക്ക്, ഈ മന്ത്രിക്ക് ഉണ്ടായതെന്ന് എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എല്ലാ പ്രവർത്തകരും ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ എന്നെ വിളിച്ച ഈ പാർട്ടി പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരല്ലാത്തവരുമായിട്ടുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് അവരുടെ എല്ലാം നാവാൻ പറ്റി എന്നുള്ള അത് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു ചാരിതാർത്ഥ്യമുണ്ട് എനിക്ക്. അതായത് പലരും പറയാൻ കാത്തിരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു എന്നുള്ളത് പറയുമ്പോഴത്തേക്കും എൻ്റെ അനിയനോട് എന്തെങ്കിലും ഒരു ചെറിയ എന്താ പറയുക കർത്തവ്യം, ഒരു കർമ്മം ചെയ്യാൻ പറ്റി എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. വിനോദ്, താങ്കൾ ഇപ്പോഴും ബ്രാഞ്ച് അംഗമാണ്, ബ്രാഞ്ച് കമ്മിറ്റിയിൽ അംഗമാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു തിരിമറി നടത്തിയ ആളെ, അതെ, ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ച് മെമ്പർ, അതെ, പാർട്ടി സംരക്ഷിച്ചു എന്നൊക്കെ പുറത്ത് പറയുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് വിധേയമാകും. താങ്കളെ തിരുത്താനുള്ള ശ്രമം വല്ലതും നടന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലിന് ശേഷം നേതാക്കന്മാർ ആരെങ്കിലും താങ്കളെ ബന്ധപ്പെട്ടിരുന്നോ? തുടർന്ന് ഒരു കാര്യവും സംസാരിക്കരുത്, അങ്ങനെയാണല്ലോ പാർട്ടി ഇപ്പോഴും അങ്ങനെയാണല്ലോ, ആ രീതിയിലാണല്ലോ പറയുന്നത്. ഇല്ല, എന്നെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല. സുഹൃത്തുക്കൾ ഒരുപാട് പേര് വിളിച്ചായിരുന്നു. പക്ഷേ എൻ്റെ നിലപാടിൽ ശരിയുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവരാരും എന്നെ അത് അരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. വളരെ അടുത്ത സുഹൃത്തുക്കളും സജീവമായി പാർട്ടി നിൽക്കുന്ന ആൾക്കാരുമായിട്ടുള്ള സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും എന്നോടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു രക്തസാക്ഷി കുടുംബത്തിനോട് കാണിക്കുന്ന ഒരു മമതയും പാർട്ടി കാണിച്ചിട്ടില്ല. എനിക്കോ എൻ്റെ കുടുംബത്തിനോ അങ്ങനെ വേണ്ട, ഒരു പരിഗണനയും വേണ്ട. പക്ഷേ ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞതുപോലെ കോൺഗ്രസ് മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്പോർട്സ് കൗൺസിലിലെ കോച്ചായിട്ട് നിയമിതനായ ആളാണ് ഞാൻ, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. 10 വർഷം കഴിയുമ്പോഴത്തേക്കും പെർമനൻ്റ് ആവേണ്ട എന്നെ ഈ കഴിഞ്ഞ 2023 പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. അതിന് ഞാൻ സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി എല്ലാവരെയും കണ്ട് പരാതി കൊടുത്തിട്ടും എനിക്കതിന് ഷറഫ് അലി പ്രസിഡൻ്റായിട്ട് വന്നപ്പോഴുള്ള തീരുമാനമായിരുന്നു. എനിക്കതിൽ അത് തീരുമാനം മാറ്റാനോ എന്നെ തിരിച്ചെടുക്കാനോ ശ്രമിച്ചിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ രക്തസാക്ഷി കുടുംബത്തോട് കാണിക്കേണ്ട ഒരു പരിഗണന അത് കാണിക്കേണ്ടതാണ്. പക്ഷേ അതിലൊന്നും എനിക്ക് ഒരു പരാതിയില്ല. എന്നെ അതിന് തിരിച്ചെടുക്കുന്നതിൽ എൻ്റെ പേഴ്സണൽ കാര്യമാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ പേഴ്സണൽ കാര്യം, അതിലൊന്നും പാർട്ടി ഇടപെടേണ്ട. പക്ഷേ ഈ കാര്യത്തിൽ നിർബന്ധമായിട്ടും പാർട്ടി നിലപാടെടുക്കണമായിരുന്നു. അയാൾ പിന്നീട് നേതൃത്വത്തിലേക്ക് വരരുതെന്നുള്ളത് വരണമായിരുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും പാകപ്പഴ തന്നെയാണ്. ഒരിക്കലും അത് ന്യായീകരിക്കാൻ ഒരു പാർട്ടി പ്രവർത്തകനും തയ്യാറാവത്തില്ല കേരളത്തിൽ. അല്ല, ഈ പിരിച്ചെടുത്തത് 10 ലക്ഷം രൂപ തന്നെയാണോ? കാരണം പാർട്ടി പറയുന്നതല്ലേ 10 ലക്ഷം രൂപയാണെന്ന്. 10 ലക്ഷം രൂപ മാത്രമാണോ പിരിച്ചെടുക്കാൻ സാധിച്ചത് പാർട്ടിക്ക്? എനിക്ക് സംശയമുണ്ട്. അല്ല, 10 ലക്ഷം രൂപ തന്നെയാണ് കളക്ട് ചെയ്തത്. അതല്ലാതെ പിന്നെ കുറേ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ഉള്ളല്ലാതെ ക്യാഷ് കളക്ഷനൊന്നും വേറെ പോയിട്ടില്ല. 10 ലക്ഷം രൂപ തന്നെയാണ് കളക്ട് ചെയ്തത്. അതിൽ 5 രൂപ അപ്പം തന്നെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയും 5 രൂപ പാർട്ടി ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. അല്ല, ഇപ്പം നോക്കൂ വിനോദ്, താങ്കൾക്ക് പ്രചോദനമായത് ധനരാജ് രക്തസാക്ഷി ഫണ്ട് അത് മോഷ്ടിച്ച വിവരം അവിടുത്തെ തന്നെ ഉള്ള ഒരു മുതിർന്ന സഖാവ് മാധ്യമങ്ങളോട് തുറന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ താങ്കൾക്കും പ്രചോദനമായിരിക്കുന്നത്. ഈ രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുക, അതിനുശേഷം അത് വകമാറ്റുക, അല്ലെങ്കിൽ അതിൽ നിന്ന് അടിച്ചു മാറ്റുക. ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു ഉദാഹരണമാണ് വന്നിരിക്കുന്നത്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ രക്തസാക്ഷികളോട് അനാദരവ് കാട്ടുന്നു, ഈ ഫണ്ട് പിരിവ് തന്നെ അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് മാറി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
കാരണം താങ്കളുടെ കുടുംബം പറഞ്ഞു അങ്ങനെ ഒരു ഫണ്ട് പിരിവിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു, വിഷ്ണുവിന് വേണ്ടി ഫണ്ട് പിരിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടിയുടെ ഉദ്ദേശ്യ ശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നു. ഇതൊരു അതായത് പണം പിരിക്കാനുള്ളൊരു മാർഗമായിട്ട് മാറ്റുക, രക്തസാക്ഷി ഫണ്ട് പിരിവ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പാർട്ടി കണ്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അതാ പറഞ്ഞത്. എനിക്ക് ശരിക്കും പ്രചോദനമായത് കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ വെളിപ്പെടുത്തൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. ഇതുവരെയും പാർട്ടിയോടൊരു കാര്യം പേഴ്സണലി ആവശ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇത് എൻ്റെ പിറകിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ മുമ്പ് വന്നിട്ടുള്ള ഇപ്പോഴും നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് ഒരു പ്രചോദനമാവട്ടെ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇതിനെപ്പറ്റി ആലോചിക്കണം, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ഇതിനകത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാനും അതേപോലെ ഇതിനെതിരായിട്ട് പ്രതികരിക്കാനും തക്കവണ്ണം ഇത് ആൾക്കാർക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് മാത്രമായിരിക്കും എൻ്റെ ഉദ്ദേശം. ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് വരെ ഇല്ലാത്ത എല്ലാ ആരോപണങ്ങളും എൻ്റെ പേരിൽ വരും. ബാക്കി എല്ലാ മീഡിയ സുഹൃത്തുക്കളും പറഞ്ഞതുപോലെ ഇനി എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ ആരോപണങ്ങളായിരിക്കും എൻ്റെ പേരിൽ ഇനി വരാൻ പോകുന്നത്. ആ പേര് പറഞ്ഞിട്ട് ആരോപണങ്ങളുടെ ബേസിൽ നടപടി വരാനും സാധ്യതയുണ്ട്. എന്ത് സംഭവിച്ചാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചപ്പോഴത്തേക്കും അവരെല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ അവർക്ക് കൊടുത്ത മറുപടി അതാണ്. അവൻ്റെ പേരിൽ ഇങ്ങനെ എന്ത് സംഭവിച്ചാലും, എന്ത് വലിയ ആരോപണം വന്നാലും, എന്ത് നടപടി വന്നാലും അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള മനസ്സ് തന്നെയാണ് ഞാൻ പാകപ്പെടുത്തിയിട്ടുള്ളത്.